ഹലോ വെൽക്കം ടു ഡേ ടു ഇൻ തെങ്കാശി. അപ്പോൾ രാവിലെ 4:30 വേണ്ടിയിട്ട് സൺറൈസ് കണ്ട് റിസോർട്ടിന് ചുറ്റൊക്കെ നടക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ എനിക്കിപ്പോൾ 7:30 ആയി. അങ്ങനെ ആ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയി പോയിട്ടോ. അപ്പോൾ ഇവർ നമുക്ക് തന്ന കിറ്റിൽ ഇങ്ങനത്തെ ഒരു ഡെന്റൽ കിറ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഓൾറെഡി ബ്രഷ് ഒക്കെ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യും. അങ്ങനെ ആ ഒരു ബ്രഷും വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് റിസോർട്ടിന് ചുറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കാം. നമ്മൾ രാവിലെ എനിക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. ഈ ലുക്ക് കണ്ട് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വേഗപ്പെട്ടു. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ ഒരു ബെഡ്റൂമിൽ നോക്കിയാൽ ഈ മൗണ്ടെയിൻസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ഈവനിങ് ടൈമും അല്ലെങ്കിൽ ഒരു മോർണിംഗ് ഒരു 6:30 ആ സമയത്തൊക്കെ പോയിരുന്ന് ആ പാടത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. അച്ഛാണ് വാമപ്പൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയോണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കോഫിയും പിന്നെ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റൂമിൽ കൊടുത്തുതരും കേട്ടോ. നല്ല അടിപൊളി ഗ്ലാസ്സിലൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഓൾഡ് കുറ്റാലത്തേക്കാണ്. നമ്മൾ ഇവിടെ കുളിച്ചിട്ട് നേരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് അമ്പലങ്ങളിൽ പോകാണ്ട്. നമുക്കിവിടെ ഉള്ളിക്കയറാം. ഉള്ളിലേക്ക് 1 കിലോമീറ്ററോളം നടക്കാണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചു. പക്ഷേ 1 കിലോമീറ്ററിന് 100 രൂപയാട്ടോ അവർ വാങ്ങുന്നത്. ശരിക്കും പറഞ്ഞ നഷ്ടമാണ്. പക്ഷെ ചില വണ്ടിയിൽ 10 ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവർക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിതാ ഓൾഡ് കുറ്റാലം വാട്ടർഫോൾസിലെത്തി. കുളിച്ചിട്ട് വന്നു. പക്ഷെ അതിൻ്റെ ഭയങ്കര തിരക്ക്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കുഴപ്പമില്ല, നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കുളിച്ചു. അങ്ങനെ ഇതാ മെല്ലെ ഞങ്ങൾ 10-20 മിനിറ്റ് അവിടെ കുളിച്ചതിന് ശേഷം ഇറങ്ങി കേട്ടോ. ഒരു കുരങ്ങനെ അത് ആരുടെയോ കയ്യിൽ ലോലിപോപ്പൊക്കെ തട്ടി പറിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചങ്ങോട്ട് നടക്കാട്ടോ ചെയ്ത്. ഇത് വന്നപ്പോൾ ഓട്ടോക്ക് 1 കിലോമീറ്റർ 100 രൂപ വാങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് നടക്കാമെന്ന്. തിരിച്ചു പോകാൻ 50 രൂപ ചോദിക്കുന്നുണ്ട്. കാരണം എന്തായാലും കാലിയോട്ടം പോകേണ്ടതാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും 1 കിലോമീറ്ററിൽ നടക്കാമെന്ന്. ഇറക്കാട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ട് കയറുമ്പോൾ കയറ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് നോക്കിക്കോ. ഇങ്ങോട്ട് വരുമ്പോൾ 100 രൂപ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു 10 ട്രിപ്പ് അടിച്ചാൽ 1000 രൂപയും. എന്തായാലും നമ്മളിങ്ങനെ ഇറങ്ങണ വഴി ഒരു അമ്പലം കണ്ടു. അപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങനെ വഴിക്ക് കുറേ അമ്പലങ്ങളാട്ടോ. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ഒരു അമ്പലം കാണിച്ചു. എനിക്ക് ഈ ഒരു അമ്പലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ കാണില്ല, സെറ്റിട്ട പോലത്തെ അമ്പലം. നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നമുക്ക് ഇങ്ങനെ സമാധാനത്തോടെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും കയറി പ്രാർത്ഥിച്ചു. തിരിച്ച് പോണ വഴി ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ എന്തോ ഹോർലിക്സ് ഒക്കെ വാങ്ങി. അച്ഛൻ ലെമൺ മിൻറ്റ് ടീ തോന്നുന്നു കേട്ടോ വാങ്ങിയത്. ഞാനും ജസ്റ്റ് അത് കുടിച്ച് ടേസ്റ്റ് ചെയ്തു. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ സ്വീറ്റ് പോപ്കോൺ മതി എന്ന് പറഞ്ഞത് ഞാൻ വരുമ്പോഴേ കണ്ണു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് പനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും അത് വാങ്ങിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടാണ് അവർ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കെന്തോ കുറച്ച് മൂത്ത പോലെ തോന്നി. അപ്പോൾ എനിക്ക് അധികം ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഞാൻ തന്നെ അതിൻ്റെ തൊണ്ട് പോലും കഴിക്കാണ്ട് കേട്ടോ കഴിച്ചുകൊണ്ട് എനിക്കെന്തോ ഓർമ്മ ഉണ്ടായിരുന്നില്ല തൊണ്ട് പൊളിക്കേണ്ട കാര്യം. പിന്നെ അതിൻ്റെ ജ്യൂസ് നമ്മൾ വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ വേഗം റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ അതിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി. വേഗം പോയി റെഡി ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്നല്ല നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇസക്കിയാണെന്നും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളൊക്കെ അടക്കാനായിട്ടും പറ്റണമല്ലോ. അപ്പോൾ ആദ്യം പോയത് കുറ്റാലം വെള്ളച്ചാട്ടത്തിന്, കുറ്റാലം മെയിൻ വാട്ടർഫോൾസിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തേക്ക് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ ഇത്രയും വലിയ അമ്പലമാണെന്ന് വിചാരിച്ചില്ല. ഉള്ളിൽ കുറേ നടക്കാണ്ട് കേട്ടോ. അച്ഛൻ കാറ് പാർക്ക് ചെയ്യാൻ പോയ നേരത്തെ ഞാനമ്മ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഉള്ളിൽ ദൈവങ്ങൾക്ക് സമർപ്പിക്കാനുള്ള പൂവൊക്കെ വാങ്ങി, കൂവളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂവളമാലയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കുറ്റാലം വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഉള്ളിൽ കാണുന്നത് രസമാണെന്ന് നോക്കിയൊക്കെ അവിടെ കുറേ വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ ദൈവങ്ങൾക്ക് കൊടുത്ത മാല തിരിച്ചു തരും കേട്ടോ പൂജിച്ചതിന് ശേഷം. അപ്പോൾ അത് അച്ഛനും കയറ്റിലിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് തെങ്കാശിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു. പോരാത്തിൽ നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര കാറ്റാണ്. നിലത്തൊക്കെ അങ്ങനെ ചവിട്ടിയാൽ നമ്മുടെ കാലൊക്കെ പൊള്ളയ്ക്കും. അമ്മ അതിൽ വെയിലായിരുന്നു. അപ്പോൾ അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് ഉള്ളിൽ കയറി കേട്ടോ. ഇത് നമ്മുടെ ബൊമ്മക്കൊല്ലു, ഇവിടെ അങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ തെങ്കാശിയിലെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അൽവി ആട്ടോ. അത് കണ്ടില്ല, നല്ല വെണ്ണ പോലെ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അലിഞ്ഞു വരും കേട്ടോ. കഴിക്കുമ്പോഴും അത് തന്നെയാണ് നാക്കിലേക്ക് ഇട്ട് അങ്ങനെ അലിഞ്ഞു പൊക്കോളൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അച്ഛനിത് ഏതോ റീൽസിലോ യൂട്യൂബിലോ അങ്ങോട്ട് കണ്ടു പറഞ്ഞിട്ടാട്ടോ നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് വന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണ അമ്പലം കേട്ടോ. ആ മലമുകളിൽ കണ്ട് തിരുമല മുരുകൻ്റെ അമ്പലത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോണത്. പളനിമല പോലെ തന്നെ കുറേ പടികൾ കയറിയിട്ട് വേണ്ട അമ്പലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇനി പടികൾ കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുറച്ച് നമ്മുടെ ഈ പാർക്കിംഗ് ഫീസ്
സർവീസ് പോലെ കൊടുക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ എത്താൻ 1 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു, 1:30ക്ക് നട അടയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പടി കയറിയിട്ട് അമ്പലത്തിൽ പോകാൻ നിന്നില്ല, വണ്ടി മുകളിൽ കയറ്റിയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടാട്ടോ അമ്പലത്തിൽ തൊഴാൻ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പാർക്കിങ്ങിൻ്റെ അവിടെ. കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ കുറേ ലഡ്ഡുക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി നന്നായി പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിട്ടോ. ഭയങ്കര ചൂടായിരുന്നു, നമ്മുടെ കാലൊക്കെ ഇങ്ങനെ നിലത്ത് കുത്താൻ പറ്റാത്തത്ര ചൂടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് ഒക്കെ എടുത്തു. ഇവിടെ നോക്കിയാൽ കുറേ വിൻമിൽസ് ഒക്കെ കാണാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ സൈഡിൽ പോയി റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. താഴോട്ട് നോക്കിയാലുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നൈറ്റ് ടൈമിൽ ഒന്നുകൂടി രസമുണ്ടായിരിക്കും. ഈ നൈറ്റ് ടൈമിൽ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തി കിടക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഡാം കാണാൻ വേണ്ടി ചെല്ലാം കേട്ടോ. പോണ വഴിയിൽ ഇങ്ങനെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും കൂടി നെല്ലൊക്കെ ഇങ്ങനെ ഉണക്കാൻ ഇടുക, എന്താണ് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വ്യൂ ആദ്യമായിട്ടോ കാണുന്നത്. ഇങ്ങനെ കാറ്റത്ത് നെൽക്കതികൾ ഇങ്ങനെ ആടുന്നത്, നല്ല സ്വർണ്ണ കളറുള്ള നെൽക്കതികളായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിക്ക് കുറേ പേര് ഇങ്ങനെ പണികളെടുക്കണം കണ്ടു. കുറേ ആൾക്കാർ ഇങ്ങനെ വണ്ടിയുടെ മുകളിലേക്ക് നെല്ലിൻ്റെ ആ കതിരുകൾ ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് ചെന്നു കേട്ടോ. കുറച്ച് നേരത്തേക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ള ടാക്കം പൗഡറും ഷാമ്പും കണ്ടീഷണറും പിന്നെ അതേപോലെ ബോഡി വാഷ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ പെട്ടിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ട് ഒന്ന് കണ്ടാലോ. കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലൊരു TV ഉണ്ട്, അതിൻ്റെ സൈഡിലായിട്ടൊരു സോഫയും പിന്നെ ഒരു ടീപ്പോയ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഡൈനിങ് ടേബിളും അവിടെ 4-5 പേർക്ക് ഇരിക്കാനുള്ള ചെയർ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ ക്യാനൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിലും 2 ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വാഷ് ബേസിന് ഒരു മിററൊക്കെ ഉണ്ട്. ഇത് കോമൺ ബാത്റൂം ആട്ടോ. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ സൈഡിലായിട്ടൊരു വാഷ് ബേസിനും പിന്നെ ഹീറ്ററും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ബാത്റൂം ആട്ടോ. ഇത് ഒരു റൂമാണ്, എല്ലാ 2 റൂമായിട്ടുള്ളൂ. 2 റൂമിലും AC പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫും ഉണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ആരെങ്കിലും വന്നാൽ കിടക്കാൻ വേണ്ടി അവർ സെപ്പറേറ്റ് ബെഡ് ഈ റൂമിലും ഉണ്ട്, പിന്നെ അപ്പുറത്തെ റൂമിലും തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി 6 മെമ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റൂമിൽ ഇതേപോലെ തന്നെ AC ഉണ്ട്, പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു വാഷ് ബേസിനും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ ആ ഒരു മൗണ്ടൈൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത്. അത് ഈ റൂമിനാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. അത്രയായിട്ട് റൂം ടൂർ നല്ലൊരു റിസോർട്ടാണ്. നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാട്ടോ. അവിടെ ഇനിയും പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ സമയം ഒരു 5:30 ആവാറായിട്ടുണ്ട്. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ അത് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടേക്ക് ജസ്റ്റ് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാം കേട്ടോ. ശരിക്കും ഇവിടെ വരികയാണെങ്കിൽ ഒരു 1 ഡേ മുഴുവൻ ഇവിടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. നമ്മൾ റൂം പൊട്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങാൻ നേരത്തെ 2 അണ്ണന്മാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അച്ഛനറിയാൻ അണ്ണന്മാരാണ്. അപ്പോൾ അവരാട്ടോ നമുക്ക് ഇസയ്ക്കാണൻ്റെ അടുത്തൊരു ഗണപതി കോവിലുണ്ട്, വഴി കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇസയ്ക്കാണ് നമ്മുടെ അച്ഛൻ്റെ ബിസിനസ്സിന് വേണ്ടിയും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഗണപതിയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾ ഈ കോവിൽ എന്തായാലും വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ച് ഇസയ്ക്കാണൻ തേങ്ങ കുറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങിട്ടോ. പോണ വഴിയിൽ അമ്മമ്മ ഇവിടെ നിന്ന് വരുമ്പോൾ നെല്ലിക്ക വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് നെല്ലിക്ക ഉണ്ട്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി അച്ഛൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ യാത്ര തുടങ്ങി കുറേ ഹെയർ പിൻ പോലത്തെ സ്ഥലമുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തെന്മലയിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 7:30 ആയപ്പോഴാട്ടോ ചായ കുടിക്കാൻ കേട്ടോ. ഒരു അജ്മൽ എന്ന് പറഞ്ഞ തട്ടുകടയിൽ കയറിയിട്ട് ലൈറ്റായിട്ട് ദോശയും ചിക്കൻ 65 ഒക്കെ കഴിച്ചു. രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിപ്പിക്കുന്ന സമയം 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്കമാലി ആ ഒരു സൈഡിലെത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. പൊറോട്ടയും പിന്നെ ചിക്കൻ 65ഉം പെപ്പർ ചിക്കനോ ബട്ടർ ചിക്കനോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ വീട്ടിലെത്തിയപ്പോഴേക്കും 1:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോൾ ഇത് നമ്മൾ തെങ്കാശിന്ന് വാങ്ങിയ മുറുക്കുകളാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി ഫ്രഷ് ആയി വന്നിനി കിടക്കാൻ പോട്ടെ, നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ തെങ്കാശി വ്ളോഗ് ഇത്രയല്ലോ കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.